ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ പഴയതുപോലെ വീഡിയോസ് ഇടാനൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് മടിയൊക്കെ പിടിച്ചു പോയി, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിലാണ് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം പഴയ പോലെ നമ്മൾ സ്വീറ്റ്സ് അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇടാനായിട്ട് പറ്റുന്നില്ല. ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി അവിടെ ബ്രേക്ക് ആയിപ്പോൾ. അല്ലെ പിന്നെ വീട്ടിലെ ആൾക്കാർ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അധികം വീഡിയോസ് ഇട്ട് വരാത്ത കേട്ടോ. ഇപ്പം ലൈവ് ആണെങ്കിൽ ഒരുപാട് നാളായി ലൈവിലൊക്കെ പോയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ മടിയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി അങ്ങനെയൊക്കെ ആയി പോയതുകൊണ്ടാണ്. അപ്പം ഇന്നൊരു അടിപൊളി ഹെൽത്തി ഓംലേറ്റ് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനൊരു പകുതിയുടെ ഹാഫ് ആണ് എടുത്തിരിക്കുന്നത് സവോള, അതുപോലെ തന്നെ തക്കാളി, ക്യാരറ്റ്, ഒരു കുഞ്ഞു കഷ്ണം കറിവേപ്പില, ഇഞ്ചി. നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. അത്രയും ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ ഓട്സ് ആണ് കേട്ടോ. ഓട്സ് നല്ലപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതാണ് ഇതിനകത്ത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്സ് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലോ ഓട്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്സ് 2 സ്പൂൺ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തരി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് എടുക്കണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഇനിയിപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം 2 or 3 മുട്ട എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സിൻ്റെ പൊടിയും അതുപോലെ തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ, ബീൻസോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി തിക്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് അതൊരു ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. എന്നിട്ട് നമുക്കിത് ഒന്ന് നൈസായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും, പക്ഷെ കുഴപ്പമില്ല, കാരണം വെയിറ്റ് ഉള്ളത് കൊണ്ട്. ഇപ്പം പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ ഞാൻ എപ്പോൾ ഇട്ടാലും ഇത് തിരിച്ചു ഇടുമ്പോഴത്തേക്കിനും പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ കഴിക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കും, ചിലപ്പോൾ ഡിന്നറായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർത്തന്ന് പിന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.